ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കർമ്മ അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് ഇന്ത്യയിൽ ബാങ്കിങ് മേഖല സ്റ്റാർട്ട് ആവുന്നത്. 1786 മുതൽ 1947 വരെയുള്ള പീരീഡ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ഇത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇയർ ഓർത്ത് വയ്ക്കുക, 1770. എവിടെ? കൽക്കട്ട. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1770 കൽക്കട്ടയിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 3 പ്രൊവിൻസസിലായിട്ട് എന്ത് ചെയ്യുന്നു? പ്രസിഡൻഷ്യൽ ബാങ്കുകൾ സ്റ്റാർട്ട് ആവുന്നു. എവിടെയൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിൻസസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? പ്രസിഡൻഷ്യൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. അതിനുശേഷം പിന്നീട് ഈ 3 ബാങ്കുകളോട് മർജ് ചെയ്തിട്ട് ഏത് ബാങ്കായിട്ട് മാറും? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേരോർത്ത് വെക്കുക, ഇമ്പീരിയൽ ബാങ്ക് ആണ് കാലക്രമേണ എന്തായിട്ട് മാറിയത്? 55 SBI ആയിട്ട് മാറിയത്. ഓക്കെ, ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്ത് 1955 എന്തായിട്ട് മാറി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന SBI ആയിട്ട് മാറി. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് SBI. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറാ നോക്കാം. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷം മേജർ ബാങ്കുകളെല്ലാം എങ്ങനെയായിരുന്നു? പ്രൈവറ്റ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ചില കെടുകാര്യസ്ഥതയും എല്ലാവർക്കും ബാങ്കിങ്ങിലേക്കുള്ള ആക്സസ് ഇല്ലാത്തതും കാരണം ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു? ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഏത് ആക്ട് പ്രകാരം? അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു? നാഷണലൈസ് ചെയ്യുന്നു. അങ്ങനെ 1955 അപ്പോൾ എങ്ങനെയാണ് നാഷണലൈസ് ചെയ്യാനായിട്ട് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? അതുകൂടാതെ 1955 എന്ത് ചെയ്യുന്നു? SBI ഫോം ചെയ്യുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് എന്നുള്ളത് നാഷണലൈസ്ഡ് ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് ഫേസിൽ 14 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. ഏത് വർഷം? 1969 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, 1969 14 മേജർ ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ്. അപ്പോൾ അതിൻ്റെ നാഷണലൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ്സ് എക്സീഡിങ് 50 crores, 50 കോടിക്ക് മേൽ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളെയാണ് ആദ്യഘട്ടത്തിൽ നാഷണലൈസ് ചെയ്തത്. സെക്കൻഡ് ഫേസ് ആയിട്ട് 1980 എന്ത് ചെയ്യുന്നു? 6 ബാങ്കുകളെ കൂടെ നാഷണലൈസ് ചെയ്യുന്നു. അങ്ങനെ എന്തായിട്ട് മാറി? ടോട്ടൽ നമ്പർ ഓഫ് നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം 20 ആയിട്ട് മാറി. ഇനി ബാങ്കിങ് മേഖലയിൽ വലിയൊരു ചേഞ്ച് വരുന്നത് 1990s. ആ ഒരു സമയത്താണ് നമ്മുടെ നരസിംഹറാവു ഗവൺമെന്റിന്റെ അണ്ടറിൽ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന ന്യൂ എക്കണോമിക് പോളിസീസ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഈ ഒരു എക്കണോമിക് പോളിസിയുടെ കീഴിൽ ലൈസൻസിങ് റെഗുലേഷൻസ് ഒക്കെ കുറച്ചു. അതേപോലെ ഈ ഫോറിൻ ബാങ്കുകൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അനുമതി നൽകി. അതേപോലെ ഗ്ലോബലൈസ്ഡ് ആയി, ഇന്ത്യ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് 1990s ശേഷം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൻ്റെ ഒക്കെ ഇൻട്രൊഡക്ഷന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് 1990s എന്താണ്? ന്യൂ എക്കണോമിക് പോളിസിയാണ്. ഓക്കെ, ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എസ്റ്റാബ്ലിഷ് ആയത് April 1, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അണ്ടർ വിച്ച് കമ്മിറ്റി റിപ്പോർട്ട്? അണ്ടർ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം RBI എസ്റ്റാബ്ലിഷ് ആവുന്നത് April 1, 1935. ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1935
1934 RBI Act 1934 പ്രകാരമാണ് 1935 ഏപ്രിൽ 1 എന്ത് എസ്റ്റാബ്ലിഷ് ആവുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം RBI യുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? സർ ഒസ്ബോൺ സ്മിത്ത്. ഓക്കെ, പേര് ഓർത്ത് വെക്കുക, സർ ഒസ്ബോൺ സ്മിത്ത്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI ആരായിരുന്നു? സർ CD ദേശ്മുഖ്. അപ്പൊ ആദ്യത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ബ്രിട്ടീഷുകാരനായിരുന്നു സർ ഒസ്ബോൺ സ്മിത്തും. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ CD ദേശ്മുഖുമായിരുന്നു. ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്ന് ഞാൻ ഓൾറെഡി ഒരു സ്ലൈഡിൽ പറഞ്ഞിരുന്നു. സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്? 26ാമത്തെ 26th റിസർവ് ബാങ്ക് ഗവർണറാണ് ആര്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഈ റിസർവ് ബാങ്കിന്റെ ഒരേ ഒരു ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്നു ആര്? KG ഉദ്ദേശി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. 25ാമത്തെ ഗവർണർ ആരായിരുന്നു എന്നും കൂടി ഓർത്ത് വെക്കുക, ശക്തികാന്ത ദാസ്. ഇനി ഫങ്ഷൻസ് ഓഫ് RBI. RBIയുടെ ഫങ്ഷൻസ് എന്താണ്? ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റിയാണ്. മോണിറ്ററി പോളിസിയുടെ ഫ്രെയിംവർക്ക്, മണി മാർക്കറ്റിൽ അവർ ഓപ്പറേഷൻസ് ചെയ്യുന്നതും എല്ലാം ആരുടെ ബേസിസിലാണ്? റിസർവ് ബാങ്കിന്റെ ബേസിസിലാണ്. റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇങ്ങനെ 2 റേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് ഷോർട്ട് ടേമിലേക്ക് മണി ലെൻഡ് ചെയ്യുമ്പം അവർ ചാർജ് ചെയ്യുന്ന റേറ്റുകളാണ് റീപ്പോ റേറ്റ്. 3 മാസത്തിലൊരിക്കൽ വൺസ് ഇൻ 3 months എന്ത് ചെയ്യും? ഈ റിപ്പോ റേറ്റിൽ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? ഈ റിസർവ് ബാങ്ക് ലിക്വിഡ് ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇനി ഇവർ ബാങ്കിങ്ങിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്ന മറ്റ് ടൂൾസ് ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയും അതേപോലെ ബാങ്ക് റേറ്റും. ഓക്കെ, ഇനി മറ്റൊരു റിസർവ് ബാങ്കിന്റെ മറ്റൊരു ഫംഗ്ഷനാണ് ക്യാഷ് റിസർവ് റേഷ്യോ ഫോർമുലേറ്റ് ചെയ്യുക. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുമ്പം ബാങ്കിന് അവരുടെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റ്സിന്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അവർ ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഈ RBI നമ്മുടെ റുപ്പിയുടെ ലിക്വിഡിറ്റിയും അതേപോലെ ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യും? RBI ഗവൺമെൻറ് ബോൺസും സെക്യൂരിറ്റീസും എല്ലാം എന്ത് ചെയ്യും? അപ്പം ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ ആണെന്ന് വെച്ചോ, അപ്പം അപ്പം മണിയുടെ ഒഴുക്ക്, മണി സപ്ലൈ കൂടുതലാണ് മാർക്കറ്റിൽ. അപ്പം റിസർവ് ബാങ്കിന് എന്ത് ചെയ്യണം? മണി സപ്ലൈ കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് വിറ്റഴിക്കും. ഓക്കെ, അങ്ങനെ കുറേ എമൗണ്ട് ഓഫ് ക്യാഷ് അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീഫ്ലേഷൻ. ഡീഫ്ലേഷൻ്റെ ടൈമിൽ ഷോർട്ടേജ് ഉണ്ട്, ഫണ്ടിന് ഷോർട്ടേജ് ഉള്ള ടൈമിൽ, ഇപ്പം മാർക്കറ്റിൽ ഫണ്ടിന് ഷോർട്ടേജ് ഉള്ള ടൈമിൽ എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങും, സെയിൽ ചെയ്തത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അപ്പം എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. അങ്ങനെയാണ് ഇവർ എഫക്റ്റീവായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അതേപോലെ നിരവധി മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീംസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ എക്സസ് മണി സപ്ലൈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സിനെയാണ് നമ്മൾ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റെഗുലേഷൻ, അതേപോലെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഏത് ആക്ട് പ്രകാരമാണ്? ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഓഫ് 1999. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പഠിക്കാനായിട്ട് ഓർത്ത് വെക്കുക, 1999. ഓക്കെ, ഇനി ഇന്ത്യൻ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലൊക്കെ സൈൻ ചെയ്യുന്നത് ആരാണ്? RBI ഗവർണറാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലൊക്കെ സൈൻ ചെയ്യുന്നത്. 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസികളിലെല്ലാം സൈൻ ചെയ്യുന്നത്
RBI ഗവർണർ. നിങ്ങൾ ആ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏതെങ്കിലും 10 രൂപ നോട്ടോ 500 രൂപ നോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പം നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറുടെ ആ ടൈമിൽ, ആ നോട്ട് ഇറങ്ങുന്ന ടൈമിലുള്ള റിസർവ് ബാങ്ക് ഗവർണറുടെ സിഗ്നേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇനി ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് ഡെവലപ്മെന്റ് റോൾസ് RBI ചെയ്യുന്നുണ്ട്. അതേപോലെ റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസസ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇനി നമുക്ക് നാഷണൽ ഇൻകം എന്താണെന്ന് നോക്കാം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് all the final goods and services produced in an economy during a specified period of time. ഒരു ഇക്കോണമിയിൽ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം, ഫോർ എക്സാമ്പിൾ 1 ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഇത് കൂടാതെ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. നമ്മൾ GDP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, C+G+I+NX. C എന്ന് പറയുമ്പം നമ്മുടെ കൺസംഷൻ റേറ്റിനെയാണ് കാണിക്കുന്നത്, G എന്ന് പറയുമ്പം ഗവൺമെൻറ് സ്പെൻഡിങ്ങും, I ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, NX നെറ്റ് എക്സ്പോർട്സ്. ഇതെല്ലാം കൂടി അപ്പോൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്ങിനും നെറ്റ് എക്സ്പോർട്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ആകെ തുകയാണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ. ഇനി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് ഗ്രോസ് നാഷണൽ ഇൻകം എങ്കിൽ, GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എങ്കിൽ, GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്താണ്? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ തന്നെയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും. ബട്ട് ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. ആ രാജ്യത്ത് തന്നെ റെസിഡൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് വാല്യൂസിൻ്റെ ഫൈനൽ എമൗണ്ട് ആണ് എന്ത്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ ലൊക്കേഷൻ ഇതിൽ കൂട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ GDPയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിൽ നിന്നുള്ള ഇൻകവും കൂടി നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പം കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. It is the value of all the goods and services produced by a country's residents എന്ന് വെച്ചാൽ മൈനസ് ദ ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പം നമുക്ക് GNP ഈസ് ഈക്വൽ ടു എങ്ങനെ നോക്കാം? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഇതില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടി പറയാം, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ പറഞ്ഞാലും കറക്റ്റ് അല്ലേ? ഇനി അടുത്തത്, നാഷണൽ ഇൻകം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, എക്കണോമിക് പോളിസി മേക്കിങ്ങിലും വിവിധ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും എല്ലാം കമ്പയർ ചെയ്യാനും, അതേപോലെ ഇൻകം ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമുക്ക് എന്ത് വേണം? നാഷണൽ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ നമ്മൾ 3 മെത്തേഡ്സ് ആണ് മെയിനായിട്ടും യൂസ് ചെയ്യാറ്. ഒന്ന് ഇൻകം മെത്തേഡ്, മറ്റൊന്ന് പ്രൊഡക്ഷൻ മെത്തേഡ്, തേർഡ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റി നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ഒക്വയർ ചെയ്യുന്ന ഒരു ബ്രോഡർ മാർക്കറ്റ് പ്ലേസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. മീൻസ് അത് സ്റ്റോക്ക് മാർക്കറ്റ് ആകാം, ബോണ്ട് ആയിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും ആകാം. അപ്പം നമുക്ക് ഏതൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് or equities markets are used by companies to raise capital by the investors to search for return. റിട്ടേണിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇക്വിറ്റീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്ത്യയിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്?
1957 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, ഇനി ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് ഉണ്ട്. ഫിസിക്കൽ ലൊക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ട്രേഡിംഗ് എങ്ങനെയാണ്? ഇലക്ട്രോണിക് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രോക്കേഴ്സും ഇന്റർമീഡിയറീസും ഇല്ലാതെ പാർട്ടിസിപ്പൻസ് ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. അതേപോലെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും കമ്മോഡിറ്റീസ് മാർക്കറ്റും ഉണ്ട്. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. ബൈ നേച്ചർ ഓഫ് ക്ലെയിം നമുക്ക് ഇവരെ ഡെറ്റ് മാർക്കറ്റ് എന്നും ഇക്വിറ്റി മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പം ഈ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് ഡിബഞ്ചേഴ്സും ബോൺസും ആയിരിക്കും. ഈ ഡിബഞ്ചേഴ്സിൻ്റെയും ബോൺസിൻ്റെയും ഒക്കെ ഹോൾഡേഴ്സ് എപ്പോഴും ഒരു കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അവർക്ക് വെദർ ദ കമ്പനി ഒക്കേഴ്സ് ഗെയിൻ ഓർ ലോസ്, അവർക്ക് എല്ലാ മാസവും എന്ത് ചെയ്യും? ഫിക്സഡ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ അത് ഇയർലി ആയിരിക്കാം, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കാം. ഓക്കെ, ഇനി ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പം അത് ഓണേഴ്സ് ക്യാപിറ്റലാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ക്രെഡിറ്റേഴ്സ് ടു ദ കമ്പനി ആണെങ്കിൽ, ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അതല്ലെങ്കിൽ ഈ ഇക്വിറ്റി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. ഓക്കെ, അപ്പം ഇവർക്ക് റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെയായിരിക്കും? റേറ്റ് ഓഫ് റിട്ടേൺ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും ഇൻ കമ്പാരിസൺ വിത്ത് ദി ഡെറ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൻ്റെ റീസൺ അവർക്ക് ഓണർഷിപ്പ് ഇക്വിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റ് ആണ് ഒരു കമ്പനിക്കെങ്കിൽ, ഈ ഇക്വിറ്റി മാർക്കറ്റിലെ ഇക്വിറ്റി ഹോൾഡേഴ്സിന് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ലോസ് ആണ് കമ്പനി ഇൻക്വയർ ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുകയില്ല. അതാണ് ഈ ഇക്വിറ്റി മാർക്കറ്റിന്റെ സവിശേഷത. ഹൈ റിസ്ക് ആണ്, അതുപോലെ എമൗണ്ട് റിട്ടേണും എങ്ങനെയാണ്? കൂടുതലാണ്. ഇനി അടുത്തത് മെച്യൂരിറ്റി ഓഫ് ക്ലെയിമിൽ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റ്. ഒരു 1 ഇയർ അല്ലെങ്കിൽ അതിൽ താഴെ ഉള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? മണി മാർക്കറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ എന്താണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇനി സെക്കൻഡ് വൺ ക്യാപിറ്റൽ മാർക്കറ്റ്. 1 ഇയറിന് മുകളിൽ, this capital market is when instruments with medium and long term maturity are traded. 1 ഇയറിന് മുകളിലുള്ള ലോങ് ടേമിലേക്കുള്ള ഇതെല്ലാം ട്രേഡ് ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി ഡെലിവറി ടൈമിങ്, അതിൻ്റെ ബേസിസിൽ നമുക്ക് ക്യാഷ് മാർക്കറ്റ് എന്നും ഫ്യൂച്ചർ മാർക്കറ്റ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ക്യാഷ് മാർക്കറ്റ് എന്താണ്? ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യുന്നത് റിയൽ ടൈമിലാണ്, പിന്നത്തേക്ക് മാറ്റി വെക്കുന്നില്ല. ഇഫ് റിക്വയർസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ബി പെയ്ഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ് എയ്തർ ത്രൂ ദെയർ ഫണ്ട് ഓർ ബോറോഡ് ക്യാപിറ്റൽ, ജനറലി നോൺ ആസ് മാർജിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഫ്യൂച്ചർ മാർക്കറ്റിലാണെങ്കിൽ സെറ്റിൽമെന്റ് ഓർ ഡെലിവറി ഓഫ് സെക്യൂരിറ്റി ഓർ കമ്മോഡിറ്റീസ് ഒക്കേഴ്സ് ലേറ്റർ. ക്യാഷ് മാർക്കറ്റും ഫ്യൂച്ചർ മാർക്കറ്റും, ക്യാഷ് മാർക്കറ്റ് ആകുമ്പോൾ സെറ്റിൽമെന്റ് റിയൽ ടൈം ട്രാൻസാക്ഷൻസ് ആണ്, ഫ്യൂച്ചർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ആർ ഒക്കേർഡ് ലേറ്റർ. ഓക്കെ, ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ബേസിസിൽ എങ്ങനെയാണ്? എക്സ്ചേഞ്ച് ഓർ ട്രേഡഡ് മാർക്കറ്റ് എന്നും ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്നുമാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. കോൾ മണി ഓർ നോട്ടീസ് മണി. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കോൾ മണി ഓർ നോട്ടീസ് മണി. ഇതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം ലോൺ ആണ്. മീൻസ് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് ഇപ്പം അവരുടെ ഒരു ഷോർട്ട് ടേം ഫണ്ടിന്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നതാണ്. 1 മുതൽ 15 ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ഇതിൽ കൊടുക്കുന്നതാണ് കോൾ മണി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്താണെന്ന് വെച്ചാൽ ദേ ആർ റിപ്പയബിൾ ഓൺ ഡിമാൻഡ്. ഓക്കെ, 1 to 15 days ഗ്യാപ്പിൽ നൽകുന്നതാണ്. ദേ ആർ റീപേയബിൾ ഓൺ ഡിമാൻഡ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഇന്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ഇക്കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇന്റർ ബാങ്ക് ട്രാൻസ്ഫേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും കോൾ മണി യൂസ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു റീപേയ്മെന്റ് ഗ്യാപ്പ് എന്ന് മുതൽ എന്ന് വരെയാണ്? 1 to 14 daysലാണ് റീപേയ്മെന്റ് ഗ്യാപ്പ് വരുന്നത്. ദേ ആർ എ കൈൻഡ് ഓഫ് ഷോർട്ട് ടേം ലോൺ. ഓക്കെ, ഇനി അടുത്തത് ട്രഷറി ബില്ല്.
ഇതും ഒരു ഷോർട്ട് ടേം അൺസെക്യൂർഡ് നോട്ടാണ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം അൺസെക്യൂർഡ് നോട്ടാണ് ട്രഷറി ബില്ല്. ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറി ബില്ല്. ഈ ട്രഷറി ബില്ലിന്റെ മെച്യൂരിറ്റി എങ്ങനെയാണ്? 14 days to 1 year. നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ ഷോർട്ട് ടേം എന്ന് പറയുമ്പം എപ്പോഴും 1 yearൽ താഴെ ആയിരിക്കും അതിന്റെ റീപേയ്മെന്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്? ഒരു ഷോർട്ട് ടേം അൺസെക്യൂർഡ് നോട്ടാണ്. ഫോറിൻ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. എന്താ? കൊമേഴ്ഷ്യൽ പേപ്പർ. ഫോറിൻ ഗവൺമെന്റ് ഇത് കൂടാതെ ലാർജ് കോർപ്പറേഷൻസും ഇഷ്യൂ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ, മെച്യൂരിറ്റി സ്റ്റാറ്റസ് എങ്ങനെയാണ്? 15 days to 270 days ആണ്. 270 days, ഇത് ഓർത്ത് വയ്ക്കുക. 15 days to 270 days കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ. ട്രഷറി ബിൽസിന്റെ ആണെങ്കിൽ 14 days to less than 365 days. ഇതിന്റെ മെച്യൂരിറ്റി വരുന്നത് 365 ദിവസത്തിൽ താഴെ ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഒരു ഡിമാറ്റ് ഫോമിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കിട്ടുന്നത്. ആസ് യുസൻസ് പ്രോമിസറി നോട്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോമിസറി നോട്ട് ഫോർ ഫണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഓർ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിലോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ മറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ടേം മണി. ടേം മണി എന്ന് പറയുമ്പം ഇവരുടെ മെച്യൂരിറ്റി 14 daysനും ബിയോണ്ട് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ടേം മണി എന്ന് റെഫർ ചെയ്യുന്നത്. ഇവരെ എല്ലാം എന്താണ്? ഒരേ ഫോമിൽ വിവിധ തരത്തിലുള്ള ഒരേ ടൈപ്പ് ഓഫ് മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഇതെല്ലാം. ഓക്കെ,